അപ്പോൾ ഈ ഒരു പഠനം ഞാനിങ്ങനെ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ജയശ്രീ ആന്ധ്രയിലെ പ്രോജക്റ്റൊക്കെ തീർന്ന് എന്നിട്ട് JNU പോയി അവിടെ റിസർച്ച് ചെയ്യുകയും അതുപോലെ തന്നെ പഠിപ്പിക്കുകയും. ജയശ്രീ പഠിപ്പിക്കാൻ ക്വാളിഫൈഡ് ആയൊരു ഡോക്ടറാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ട് തന്നെ ജയശ്രീ PhDക്ക് ചേരുകയൊക്കെ ചെയ്തിട്ട് ഡൽഹിയിൽ താമസിച്ചു. അപ്പോൾ ഞാനവിടെ പോയി. അവിടെ പോയപ്പോഴാണ് ജയശ്രീ ഒറ്റയ്ക്ക് അവിടെ ഒരു മുറിയൊക്കെ കണ്ടുപിടിച്ചത്. ആദ്യമായിട്ടൊരു സ്വന്തമായിട്ടൊരു മുറിയൊക്കെ കണ്ടുപിടിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി അവിടെ ചെന്ന് റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ അന്ന് ഡിസ്കസ് ചെയ്ത് നല്ല എന്താണ് ജയശ്രീയുടെ പഠനവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് കുറേ എനിക്ക് തോന്നുന്നു ഞാനൊരു 2-3 ആഴ്ചയോളം അവിടെ ഞങ്ങൾ ഒന്നിച്ച് അവിടെ എല്ലാം നടന്നിരുന്നു. അതിനുശേഷം ഞാൻ തിരിച്ച് ഈ കേരളത്തിൽ വന്നപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ ഡോക്ടർ സന്തോഷ് കുമാർ, അയാൾ പരിയാരം മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ട് ജോലി കിട്ടി അവിടെ താമസിക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ലിവിങ് ടുഗദറിനെ പറ്റി ചോദിക്കാൻ ഉണ്ടായ ഒരു കൂട്ടാണ്, നല്ല കൂട്ടാണ്. അപ്പോൾ അയാൾ പറഞ്ഞ് ഞാനിങ്ങനെ ഇവിടെ ഡെപ്യൂട്ടി സൂപ്രണ്ടാണ്, ഇത് ഭയങ്കര കടത്തിലാണ് ഈ സ്ഥാപനം, ഇയാളൊന്ന് വരുമോ, നമുക്ക് ഇതൊന്ന് നോക്കാൻ പറ്റുമോ എന്നൊക്കെ. അങ്ങനെ ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ചെന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ എങ്ങാണ്ട് 300 കോടി എങ്ങാണ്ട് കടമുണ്ട് ഈ ഇതുണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതിങ്ങനെ MV രാഘവൻ്റെ മുൻകൈയിൽ ഉണ്ടാക്കിയതാണ്. അത് ഈ അവിടുത്തെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആയിട്ടാണ് അത് ഉണ്ടാക്കിയത്. അത് CPM-ഉം MV രാഘവനും തമ്മിലുള്ള ഫൈറ്റിനകത്ത് അവർ പിടിച്ചെടുത്തു കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അങ്ങനെ CPM-ൻ്റെ കയ്യിലാണ് അപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ കടമാണ്, വലിയ കട നേരത്തെ എടുത്ത് പണിയപ്പോൾ അത് അടയ്ക്കുകയും വേണം. പക്ഷേ ഈ വടക്കൻ കേരളത്തിൽ അതിൻ്റെ കോഴിക്കോട് കഴിഞ്ഞാലുള്ള മുഴുവൻ ജനതയും രോഗം വന്നാൽ അവരുടെ ചികിത്സയ്ക്ക് അവരാദ്യം ആലോചിക്കുന്നത് മംഗലാപുരത്ത് പോകുകയെന്നാണ്. അത് ആരും പറയാതെ വർഷങ്ങളായിട്ട് പണ്ട് വെല്ലൂർ പോകുന്നു ഈ മധ്യ കേരളത്തിലൊക്കെയുള്ള ആൾക്കാർ വിചാരിക്കും വെല്ലൂർ പോയാൽ ചികിത്സ കിട്ടും എന്ന് പറഞ്ഞ ഒരു പറച്ചില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അത് കഴിഞ്ഞാൽ വെല്ലൂർ മെഡിക്കൽ കോളേജ്, പിന്നെ ചെന്നൈയിൽ അപ്പോളോ ഹോസ്പിറ്റൽ. ഇതുപോലെ ഈ വടക്കൻ കേരളത്തുകാർക്ക് മുഴുവനും മംഗലാപുരത്താണ് ചികിത്സ. അപ്പം ആളുകൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ മെഡിക്കൽ കോളേജ് ഞാനവിടെ ചെന്നപ്പോൾ വളരെ നന്നായി ഉണ്ടാക്കിയ ഒരു മെഡിക്കൽ കോളേജ്, ഇഷ്ടംപോലെ സ്ഥലവും അതിനകത്ത് തന്നെ നല്ല സ്പേസുള്ള, ആകെ അവിടെ ഫങ്ഷൻ ചെയ്ത അന്ന് ഞാൻ ചെല്ലുമ്പോൾ ഒരു നന്നായി ഓടിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഈ നാരായണ ഹൃദയാലയം എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ ഒരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രി ടൈപ്പ് ഉണ്ടായിട്ട് ഇവിടെ ഒരു ഹൃദയാലയം എന്ന് പറഞ്ഞിട്ടൊരു വിങ്ങുണ്ട്. അത് മാത്രമാണ് ചൊവ്വേ നേരെ എന്നെ ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് ആ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന അവരുടെ ഉള്ളു. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, പക്ഷെ ഒന്നും തന്നെയും നന്നായിട്ട് നടക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു 3 ലക്ഷം രൂപ ദിവസം കിട്ടും. ശരിക്കും പറഞ്ഞാൽ 4 or 5 വേണം ഈ കടവും ഇതെല്ലാം കൂടെ പോകണം. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ അവിടുത്തെ മറ്റ് സ്റ്റാഫിനുമായിട്ടൊക്കെ ഇരുന്ന് ഇൻട്രാക്ട് ചെയ്ത് ആകെ ചിത്രമൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോഴാണ് ഞാനിങ്ങനെ കാണുന്നത് ഈ ഹോസ്പിറ്റലിനകത്ത് ഡോക്ടർമാർ തന്നെ ആവശ്യമുള്ള അത്രയും ഡോക്ടർമാരില്ല, ഡോക്ടർമാരെ കിട്ടത്തില്ല എന്നുള്ളതാണ്. വലിയ കാശ് കൊടുത്തിട്ട് ഈ മംഗലാപുരത്തുള്ളവർ ഈ പ്രദേശത്തുള്ള സകല ഡോക്ടർമാരെ സംഘടിപ്പിക്കും. ഒരു വളരെ പ്രോഫിറ്റബിളായിട്ടാണ് അത് നടത്തുന്നത്. അതുകൊണ്ട് ഡോക്ടർമാരെല്ലാവരും ഇപ്പോൾ 1 ലക്ഷം രൂപ ഇവിടെ കിട്ടുന്നിടത്ത് ആണ് ശമ്പളം കിട്ടുന്നിടത്ത് അവിടെ അവർ 2 കൊടുക്കും, നേരെ ഇരട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് മുഴുവൻ പേരും ഈ രോഗികളുടെ കൂട്ടത്തിൽ തന്നെ ഡോക്ടർമാരും മംഗലാപുരത്ത് പോകും. അപ്പോൾ മംഗലാപുരത്ത് പോയി ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാകാത്ത കേരളത്തിലെ മിക്കവാറും ഒരു ഡോക്ടറും കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഹോസ്പിറ്റൽസും ഈ മലയാളികളെ മുഴുവനും കൂടെ ഉദ്ദേശിച്ചിട്ട് മലയാളി സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചിട്ടൊക്കെ തന്നെയാണ് അവിടെ അത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഹോസ്പിറ്റലിനെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ നോക്കിയപ്പം ഇവിടെ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടെന്നും ഇവിടെ നല്ല എഫിഷ്യൻ്റായ ഡോക്ടർമാരുണ്ടെന്നും
അത് ആളുകൾക്ക് അത് അങ്ങോട്ട് മനസ്സിലാകുന്ന സ്ഥലമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പബ്ലിക് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്, ഇവിടെ ഇത്രയും ഫെസിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം ആളുകളെ അറിയിക്കേണ്ടതുണ്ട്. അതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അപ്പോഴാണ് ഈ സ്റ്റാഫിൻ്റെ കുറവൊക്കെ കാണുന്നത്. അപ്പോൾ അവിടെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഉണ്ട്, അതൊക്കെ തീരെ ഫങ്ഷണൽ അല്ലാതിരിക്കുന്ന അത്രയും കുറവായിട്ട് മോശമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സന്തോഷ് എന്നോട് ചോദിച്ച് ഈ സ്റ്റാഫ് ഫില്ല് ചെയ്യുന്ന, ഞാൻ പറഞ്ഞ അടിയന്തരമായിട്ട് നമുക്ക് ഈ ഡോക്ടർമാരെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഇതിനകത്ത് ഫില്ല് ചെയ്യേണ്ടതുണ്ട് ഈ പോസ്റ്റുകളൊക്കെ. അപ്പോൾ ഇവരുടെ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇതെല്ലാം കൃത്യമായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഹോസ്പിറ്റലിൽ നടത്താനുള്ള ലൈസൻസൊക്കെ പോകും. എല്ലാ വർഷവും ഈ മെഡിക്കൽ കൗൺസിലിൻ്റെ ഇൻസ്പെക്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഡോക്ടർമാരെ സംഘടിപ്പിച്ച് നിർത്തിയിട്ടാണ് ഇവർ ഈ നമ്പരൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മംഗലാപുരത്താണെന്നുണ്ടെങ്കിൽ അവരവിടെ അങ്ങ് എഴുതി വയ്ക്കുക ചെയ്ത്. അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങളിങ്ങനെ. ഇപ്പം സന്തോഷ് ചോദിച്ച് ജയശ്രീക്ക് വന്ന് ഇവിടെ പണിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ജയശ്രീയോട് ചോദിച്ചു നോക്കേണ്ടതാണ്. അപ്പം ഒരാൾ ജയശ്രീ ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ AFMC എന്ന് പഠിച്ച ആളാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ JNU പോയിട്ട് അതൊന്നും നല്ല ചെയ്യുന്നത്, വേറെ പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ് താൻ എന്തായാലും ഒന്ന് വിളിച്ച് നോക്ക്, സന്തോഷിനും ജയശ്രീ പരിചയമുണ്ട്. അപ്പം ജയശ്രീ റിസർച്ച് ചെയ്യാനൊക്കെ ഒക്കെ എന്നുണ്ടെങ്കിൽ ഞാൻ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തായാലും വന്ന് നോക്ക് ഇവിടെ. അങ്ങനെ ജയശ്രീ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് താമസമൊക്കെ അവിടുന്ന് വിട്ട് ഇവിടെ വന്ന് ഇവിടെ ജോയിൻ ചെയ്യാൻ. അപ്പം ഹോസ്പിറ്റലൊക്കെ കണ്ട് അപ്പം ജയശ്രീക്ക് ഇഷ്ടമായി. ജയശ്രീക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ മനസ്സിലായവിടെ അവിടെ ചേരാൻ തീരുമാനിച്ചു. പക്ഷേ ജയശ്രീ ആണെങ്കിൽ വളരെ സീനിയറായ ആളായി ആ സമയം ഇപ്പോഴത്തേനും മാറി. ഞാനൊരു 2010 മറ്റോ ആണ്, 10 9 ആണ്. അപ്പോൾ അവർ പറഞ്ഞ് ജയശ്രീ ടീച്ചിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജയശ്രീ ഏറ്റവും ജൂനിയറായ അധ്യാപികയായിട്ട് അവിടെ കയറണം. അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് കയറാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 2 വർഷം പഠിപ്പിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ജയശ്രീക്ക് അവിടെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് കയറാൻ പറ്റും. ജയശ്രീയുടെ യോഗ്യത കൊണ്ടും ജയശ്രീ ഇത്രയും നാൾ നടത്തിയിട്ടുള്ള റിസർച്ചും പ്രവർത്തനവും എല്ലാം കൊണ്ട് വളരെ സീനിയർ ജയശ്രീ പഠിപ്പിച്ചവരൊക്കെയാണ് അവിടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ ജയശ്രീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ മംഗലാപുരത്ത് ജയശ്രീയുടെ പ്രൊഫസർ അവിടുത്തെ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടിരുന്നിട്ട് അവിടെ വിളിക്കുമായിരുന്നു ക്ലാസ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അവരോടൊന്ന് ചോദിച്ചാൽ അവർക്ക് സർട്ടിഫിക്കറ്റ് തരാൻ കഴിയുമെന്ന്. ഒത്തിരി ക്ലാസ് എടുത്തിട്ടുണ്ട് ജയശ്രീ. ഒരു മാസത്തിൽ 2-3 ഒരു വിസിറ്റിംഗ് പ്രൊഫസറായിട്ടാണ് ജയശ്രീ കൂടുതൽ സമയത്ത് ഈ സാമൂഹികമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ നടുവിൽ രാത്രിയിൽ ട്രെയിനിൽ കയറും. നേരം മുടക്കുമ്പോഴത്തേന് അവിടെ എത്തും, പകൽ ക്ലാസ് എടുക്കും, വൈകുന്നേരത്തെ ട്രെയിനിൽ തിരിച്ചു പോരും. ഇങ്ങനെ ജയശ്രീ കുറേ നാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അവരോടൊന്ന് ചോദിച്ചു നോക്കുക അവിടെ ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് തരാനായിട്ട്. അപ്പോൾ ജയശ്രീ പഠിപ്പിച്ചിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഞാൻ ഏതെങ്കിലും ഒരു കോളേജിൽ ഒഫീഷ്യലായിട്ട് ജോലി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവരവിടെ നിന്ന് ട്രാൻസ്ഫറായി, അവരവിടെ നിന്ന് പോയി. അവർ ട്രാൻസ്ഫറല്ല, അവർ റിട്ടയർ ചെയ്ത് വേറെ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവരവിടെ വിളിച്ച് പറയാൻ നിങ്ങളവിടെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ജയശ്രീ ക്ലാസ് എടുക്കുന്ന കോളേജിൽ ചെന്നു. അവിടെ ചെന്ന് അവിടുത്തെ ഭിത്തിയിൽ ഇങ്ങനെ അവിടെ പഠിപ്പിക്കുന്നവരുടെ പേരെഴുതി വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ കാണാം 4ാമത്തെ പേര് ജയശ്രീയുടെ പേര്. നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ജയശ്രീ അവിടുത്തെ ജോലി ചെയ്യുന്ന ആളായിട്ട് എന്നേ അവർ അവിടെ വെച്ചിരിക്കുകയാണ്. എംപ്ലോയ് ചെയ്തിട്ടൊന്നുമല്ല, ഈ ജയശ്രീ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടിരിക്കുന്നതാണ് അവിടുത്തെ കണക്ക്. അപ്പോൾ അവിടെ ഒഫീഷ്യലായിട്ട് തന്നെ ജയശ്രീ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ജയശ്രീ അവിടുന്ന് പിരിയുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ്
എന്തിനാണ് നിങ്ങൾ ഈ എന്താണ് പരിയാരത്ത് പോയി ജോലി ചെയ്യുന്നത്? ഞങ്ങൾ ഇവിടെ അങ്ങ് ചേർന്നാൽ പോരെ, ഇവിടെ നിങ്ങൾ ഇവിടുത്തെ പ്രൊഫസറല്ലേ, അങ്ങ് ഇവിടെ ചേർന്നാൽ മതി, ഇരട്ടി ശമ്പളവും തരും. അപ്പം ജയശ്രീക്കാണെന്നുണ്ടെങ്കിൽ ശമ്പളം ജയശ്രീയെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സാലറി അല്ല. ജയശ്രീ ഈ പറഞ്ഞ റിസർച്ച് ചെയ്യുന്നതിനും ഇപ്പോൾ സന്തോഷിനെ പോലുള്ള ആൾക്കാരോടുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനും പഠിപ്പിക്കുന്നതിനും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് യഥാർത്ഥ ജയശ്രീയുടെ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് ജയശ്രീ പറഞ്ഞാൽ അത് വേണ്ട, ഞാൻ ഇവിടെ ചെയ്യുന്നില്ല, സർട്ടിഫിക്കറ്റ് മതി. അപ്പം അവിടുത്തെ കണക്കനുസരിച്ച് ജയശ്രീക്ക് 8 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസാണ്, സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജിൽ ജയശ്രീ ചേർന്നു. അതോടെ പിന്നെ ഈ കേരളത്തിനകത്ത് തെക്കുന്ന് വടക്കോട്ട് പോകുമ്പോൾ വടക്കേറ്റത്ത് ജയശ്രീയുടെ കൂടെ അവിടെ താമസിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ ഇപ്പോഴും അത് തന്നെയാണ് എൻ്റെ വടക്കേ അറ്റത്തെത്തി ജയശ്രീയുടെ കൂടെ താമസിക്കുക. അവിടുന്ന് ജയശ്രീയുടെ അടുത്ത് നിന്ന് തെക്കേ അറ്റത്തേക്ക് വരും. തെക്കേ അറ്റത്ത് മിക്കവാറും ഈ ഡോക്ടർ സന്തോഷ്, ഇപ്പോൾ സന്തോഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടാണ്. ഇവിടുന്ന് പരിയാരത്തു നിന്ന് വിട്ടുപോയിട്ട് അവിടെയാണ് ഗവൺമെൻറ്റിൻ്റെ കീഴിലെ ജോലിയിലാണ്. മറ്റേത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലായിരുന്നു. അപ്പോൾ അതായിരുന്നു പിന്നെ എൻ്റെ ഒരു മൂവ്മെൻറ്റ്, തെക്കേറ്റവും വടക്കേറ്റവുമായിട്ട്. ജയശ്രീ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ പരിയാരം, ഇപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ നോക്കിയാൽ മതി, പരിയാരത്ത് നിന്ന് പടമെടുക്കുന്നതാണ് പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത്. പരിയാരത്തെ ഒരു പുറവശത്ത് ഒരു ഔഷധി എന്ന് പറയുന്ന ഒരു അവിടുത്തെ മരുന്നൊക്കെ ഉണ്ടാക്കി ആയുർവേദത്തിൻ്റെ മരുന്ന്, ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനം, അവരുടെ ഒരു ഫോറസ്റ്റൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം നടന്ന് പടമെടുക്കുക എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഞാൻ രാവിലെ നടക്കും. എല്ലാ ദിവസവും അവിടുന്ന് ഇഷ്ടംപോലെ കിളികളുടെയും പൂമ്പാറ്റ, ചെടി, ഇല, എന്ത് പുഴു എല്ലാത്തിനെയും പടം എടുക്കുമല്ലോ ഞാൻ. എനിക്കിഷ്ടംപോലെ പടം എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു. അതുപോലെ തന്നെ ഈ തളിപ്പറമ്പ്, ഞാൻ ഈ പുസ്തകം വായിക്കുന്ന ഒരു അവിടെ പോയിരിക്കുന്ന സീലാൻഡ് എന്ന് പറയുന്ന ലോഡ്ജ് നടത്തുന്ന ഷഫീഖ് മുഹമ്മദ് ഉണ്ട്. അയാളുടെ ഒരു പേഴ്സണൽ ഫ്രണ്ടായിട്ട് മാറുന്നു. ഷഫീഖ് എന്നെ കാണാൻ വരുന്നത് ഒരു സൂഫിയുടെ അടുത്ത് പോയി നല്ലോണം എന്താണ് കൈ നൊന്ത് വന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടാണ് അയാൾ ഞാൻ പറയുന്നത് എല്ലാം കേൾക്കുന്നത്. പക്ഷെ ഭയങ്കരമായിട്ട് ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടുകാരായി മാറി. അയാൾ ആ നാട്ടിലൊരു നമ്മൾ പറയുന്നില്ല പൗരപ്രമുഖൻ എന്ന് പറയുന്ന നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങൾ, നാട്ടുകാരെ സഹായിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന, സാമ്പത്തികമായിട്ട് നല്ല നിലയിലിരിക്കുന്ന ആളാണ്. പക്ഷേ നല്ല മനസ്സോടെ മറ്റുള്ളവരെ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ അവിടെ ഇങ്ങനെ സുഹൃത്തായിട്ടുള്ള കാരണം കൊണ്ട് ഞാനവിടെ പോയാൽ അവിടെ ചുറ്റുപാടും എല്ലാം യാത്ര ചെയ്യാനും പോകാനും എടുക്കുന്നതും ഈ പറയുന്ന ഒന്നിച്ചിരുന്ന് പുസ്തക വായന പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ അയാളുമായിട്ട് കൂട്ടുകൂടും. അതാണ് ആ ഒരു മേഖലയിൽ അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നപ്പോൾ ചെയ്യുന്നത്. എൻ്റെ ഈ ഫോട്ടോഗ്രാഫിക്ക് യാത്ര എന്ന് പറയുന്ന സാധനം ധാരാളം സുഹൃത്തുക്കൾ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് സംസാരിച്ച് നടക്കുന്നതിനേക്കാളും കൂടുതൽ ഫോട്ടോഗ്രാഫി പേഴ്സണലായിട്ടുള്ള ആളുകളുടെ നീഡുകളുണ്ട് എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കാനായിട്ട്. ഞാൻ പണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളോടും ബന്ധപ്പെട്ടു. പിന്നെ ഈ ആധുനിക ശാസ്ത്രത്തിൻ്റെ ബോധത്തിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആളുകളുടെ പേഴ്സണൽ ലൈഫിനെ സഹായിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മാറുന്നുണ്ട്. എൻ്റെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ആ ഒരു ഇതിൻ്റെ കാര്യം കൊണ്ട് കേരളത്തിനും കർണാടകത്തിലും തമിഴ്നാട്ടിലും കുറച്ച് ബോംബെ അതുപോലുള്ള നഗരങ്ങളിലൊക്കെ ഞാൻ പോകുന്നുണ്ട്. അവിടെ എല്ലാം താമസിച്ച് ഈ പടമെടുക്കുകയും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു എൻ്റെ ഒരു ലൈഫിൻ്റെ പാറ്റേണായിട്ട് മാറുന്നുണ്ട്. പലതരത്തിലുള്ള ഇൻട്രസ്റ്റുകളുള്ള ആളുകൾ എന്നെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവരുടെ എല്ലാം കൂടെ അപ്പോൾ ഞാൻ അറിയാതെ ഞാൻ ആളുകളുടെ എന്താണ് ഒരു ട്രാവലിംഗ് കമ്പാനിയനായി, അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടുകാരനായി മാറുന്നു എന്ന് പറയുമ്പോഴും അവരുടെ ഒരു യാത്രാ കൂട്ടുകാരനായി മാറുക എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത്. എല്ലാവരും എവിടെയെങ്കിലും പോകണമെന്ന് ആലോചിച്ചാൽ എന്നോട് ചോദിക്കും, ഇങ്ങനെ ഫ്രീ ആണോ, ഞങ്ങളുടെ കൂടെ വരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ
കാട്ടിൽ പോകുന്നവർ കാട്ടിൽ കൊണ്ടുപോവുക, എന്നിട്ട് ഈ മലകളിൽ യാത്ര ചെയ്യുന്നവർ മലകളിൽ പോയിട്ട് റിസോർട്ടുകളിൽ പോകുന്നവർ, അല്ലാതെ തന്നെ വെറുതെ ഇപ്പം ഞാൻ പറഞ്ഞ ഡോക്ടർ സന്തോഷിൻ്റെ കൂട്ടുകാരൊക്കെ ഉള്ളപ്പോൾ കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ കാർ ഓടിക്കും. നമ്മൾ പല സ്ഥലങ്ങളിൽ താമസിച്ച് ഇപ്പോൾ കണ്ണൂർ വന്നിട്ട് കൊടക് വഴി നമ്മൾ തമിഴ്നാട്ടിൽ കയറി തിരിച്ച് കന്യാകുമാരി വരെ ഇങ്ങനെ പോയി യാത്ര ചെയ്താണ് തിരിച്ചെത്തുക. ഭയങ്കര യാത്രകളാണ് അതൊക്കെ. അതെല്ലാം ഞാൻ ഈ പടമെടുക്കാനും ഇവരുമായിട്ടുള്ള സൗഹൃദവും നല്ല ഇതാണ്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചോളം ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം പറയുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യവും ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതമൊക്കെ ഈ സന്തോഷമൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ചെയ്തിരുന്ന അവർക്കാർക്കും പൊതുപ്രവർത്തനം ചെയ്യുമ്പോൾ എന്നെ പരിചയപ്പെട്ടെങ്കിലും ഞാൻ ഗുരുകുലത്തിലും സന്യാസ നടന്ന കാര്യമൊക്കെ രണ്ടാമത് ഓർത്ത് പറയുന്ന ഒരു ലോകം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിനെ പറ്റിയും മറ്റുള്ള മേഖലകളെ പറ്റിയൊക്കെ അങ്ങനെ ഞാൻ ഒരു 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 ആധുനിക ലോകവീക്ഷണത്തോടെ ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ആളുകളുമായി സംസാരിക്കുന്നത് വഴി അവരുടെ ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വഴിയാണ് അത് രൂപപ്പെടുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഈ പഴയ ആക്ടിവിറ്റികളും പുതിയ അറിവും ഒന്ന് റീതിങ്ക് ചെയ്യാൻ, രണ്ടാമതൊന്ന് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെ സഹായിച്ചായിരുന്നു. അപ്പോൾ ജയശ്രീ അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയതോടെ കുറച്ചുകൂടെ ഒരു ജീവിതത്തിന് സ്ട്രക്ചറലായിട്ട് എന്ന് പറഞ്ഞാൽ തെക്കേയറ്റത്തുനിന്ന് വടക്കേയറ്റം എന്ന് പറയുന്ന ഒരു ദിശാബോധത്തിനകത്ത് യാത്ര ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകന്, അപ്പോൾ ഒരു 2016-15 ആ സമയത്താണ്, 16-ലൊക്കെയാണ്, ഒരു കൂട്ടുകാരൻ്റെ മകനൊരു മാനസികമായിട്ടൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ബാംഗ്ലൂർ നിംഹാൻസിൽ ഞാൻ പോകുന്നുണ്ട് അവരുടെ കൂടെ. അപ്പോൾ അവിടെ പോയി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ എൻ്റെ സുഹൃത്തായിരിക്കുന്ന സ്ത്രീയെ പരിചയപ്പെടുന്നത്. അവരവിടെ PhDക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവരെ അങ്ങനെ പരിചയപ്പെട്ട് അവരുമായിട്ട് കൂട്ടായിട്ട് ഇരിക്കുന്നത്. അതേ സമയത്ത് തന്നെ അവർ ഇൻഡിപെൻഡൻ്റായിട്ട് അവരുടെ തന്നെ സ്വന്തം ജീവിതം നയിക്കുന്ന കാര്യത്തിൽ, അല്ലാതെ നമ്മളങ്ങ് ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഭക്തിയായിട്ട് ചെയ്തതുപോലെ ഇല്ല. പക്ഷെ നല്ല ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിട്ട് അവർ മാറുന്നുണ്ട്. അവരുടെ കൂടെ ഞാൻ ഈ മനസ്സിൻ്റെ മേഖലകളിലുള്ള അന്വേഷണം, നിംഹാൻസിൽ പോകുന്നത് വഴി റീകിൻഡിൽ ചെയ്ത് പഴയതുപോലെ ഞാൻ വീണ്ടും ഈ കൗൺസിലിങ് അങ്ങനെയുള്ള മേഖലകളിലുള്ള അറിവ് അതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതൊരു പിന്നീട് നടന്ന ഒരു വികാസമാണ്. അവരുടെ ജീവിതവും അവർ നേരത്തെ ഒരാളുമായി പ്രണയിച്ച് ജീവിക്കുകയും അവർ പിരിയുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് കൂട്ടായത്. നല്ല നല്ല സൗഹൃദത്തിലായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഈ എന്താ പറയണ്ടേ, മനസ്സിൻ്റെ മേഖലകളിലുള്ള അറിവ് രണ്ടാമത് ഉണർത്തി വീണ്ടും മനസ്സിലാക്കാനും അത് കൂടുതൽ വായിക്കാനും പഠിക്കാനും ഒക്കെ അത് എന്നെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഇൻ്റർവ്യൂ ചെയ്യണം, എന്നെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് മാതൃഭൂമിയിലുള്ള കമൽറാം സജീവൻ കനിയിലൂടെ എൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങളാരെങ്കിലും വന്ന് ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലാതെ എനിക്ക് എഴുതാനും പറയാനൊന്നും എനിക്ക് വയ്യ, ഞാൻ തീരെ മടിയാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരാളെ അയക്കാം, ആ ആൾ വന്ന് ചെയ്താൽ മതി, അയാൾ ചെയ്തോളും, നിങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഇന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ താഹ മാടായി എന്നെ കാണാൻ വരും. ഇവിടെ ഈ കൊച്ചിയിൽ വരുന്നു. കൊച്ചി വന്നിട്ടാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഞാൻ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ എനിക്ക് അയാൾ ചോദിക്കുന്ന ചോദ്യം, അയാൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചെങ്കിലും പിന്നെ അയാൾക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് വെറുതെ സംസാരിച്ചാൽ മതി എന്ന്. അതുകൊണ്ട് ടേപ്പ് ചെയ്തെടുക്കുക ചെയ്തത്.
അല്ലാതെ ഫോർമലായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ താഹേൻ്റെ നല്ല സുഹൃത്തായി മാറുന്നത് ആ ഒരു ഇൻ്റർവ്യൂ കൊണ്ട്. അയാളത് മുഴുവനും ഇതെടുത്ത് എഴുതി. പിന്നെ തൃശ്ശൂർ ഞാനുള്ള സമയത്ത് എന്നെ കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് ഞാനിതിൻ്റെ മുകളിൽ വേറെ ഡിസ്കഷനൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ഇതാണ്, ഞാൻ പറഞ്ഞതാണ്, അത് ഞാൻ ഇങ്ങനല്ല പറഞ്ഞത് എന്ന് പറയാനായിട്ട് ഞാൻ എന്തായാലും വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങ് എഴുതി പ്രസിദ്ധീകരിക്കുക, കുഴപ്പമില്ല. നിങ്ങളുടെ വേർഷൻ എന്നെ പറ്റിയുള്ള നിങ്ങളുടെ വേർഷനാണ് എന്നാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കത്തേയുള്ളൂ. അല്ലാതെ എനിക്ക് അതിനകത്ത് വേറെ ഉണ്ട് എന്ത് വേണേലും പ്രസിദ്ധീകരിച്ചോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് മാതൃഭൂമിയിൽ അതിൻ്റെ കവർ സ്റ്റോറി ആയിട്ട് മൈത്രേയൻ എവിടെ എന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ പഴയ കുറേ പടങ്ങളുമൊക്കെ എടുത്തിട്ട്, അത് ഫേസ്ബുക്കിനകത്തൊക്കെ പടങ്ങളുണ്ട്, പിന്നെ കനി കൊടുത്ത പടങ്ങളാണെന്ന് അതെല്ലാം ഉണ്ട്, അതൊക്കെ ഇട്ടൊരു ആർട്ടിക്കിൾ വന്ന്. രണ്ടാമത് കേരളത്തിനകത്ത് രാഷ്ട്രീയ മേഖലകളിനകത്ത് അഭിപ്രായം പറയാനൊക്കെ ബാധ്യത വന്നത് ആ ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ കേരളത്തിൽ വീണ്ടും ഞാൻ ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അപ്പോഴത്തേനും ഞാൻ 2016 മറ്റോ ആണ് ആ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ വരുമ്പം എനിക്കും ഏതാണ്ടൊരു വനവാസം കഴിഞ്ഞ 12 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് അത് അങ്ങനെ വരുന്നത്. മറ്റേ അതിന് മുമ്പേ ആ പുസ്തകം എഴുതിയതും സ്റ്റേജിൽ നിന്ന് കയറിയതേ ഉള്ളൂ. പക്ഷേ മാതൃഭൂമി വന്നപ്പോഴാണ് എൻ്റെ പരിചയക്കാരായിരിക്കുന്ന ആൾക്കാർ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ കാണുന്നതെന്നും ഒക്കെ തിരിച്ചറിയുന്നത്. മറ്റേതാണെങ്കിൽ എൻ്റെ വേഷം കൊണ്ട് എന്നെ അറിയാത്തവരായി എല്ലാവരും മാറിപ്പോയി. ഒരു തലമുറ ഒരു 12 വർഷം കഴിയുകയെന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരു പുതിയ തലമുറ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിലുണ്ടായിരുന്നു എന്ന് അറിയാത്ത ഒരു ആൾക്കാരായിട്ട് അവരാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെ കേട്ടിട്ടുള്ളവർ മറന്നും പോയിട്ടുള്ളവരാണ്, അങ്ങനെയുള്ളവരെയാണ് കൂടുതൽ. എന്നെ അറിയുന്നവർ ഒത്തിരി പേര് മരിച്ചും പോയി. അത് കഴിഞ്ഞിട്ട് അറിയുന്നവർ തുടർച്ചയിൽ എന്നെ കാണാതിരുന്ന കാരണം കൊണ്ട് മറന്നു പോയിട്ടിരിക്കുന്നവരായി. അങ്ങനത്തെ ഒരു പബ്ലിക്കിൻ്റെ മുന്നിലേക്കാണ് ഞാനിങ്ങനെ സംസാരിക്കുന്ന ആൾ. അപ്പോൾ ഞാനൊരിക്കൽ ആ ഇൻ്റർവ്യൂ വന്ന് കഴിയുമ്പോഴത്തേന് അതിൻ്റെ തുടർച്ചയ്ക്കായിട്ട് അവരുടെ തന്നെ മാതൃഭൂമിയുടെ തന്നെ ടെലിവിഷൻ ചാനലിനകത്താണ് എന്നെ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ധന്യാവർമ്മ ഹാപ്പിനെസ് പ്രോജക്റ്റിൽ ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂ ഞാനന്ന് ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന പോലുള്ള വിഷയങ്ങളൊന്നും സംസാരിക്കാതെ ആദ്യമായിട്ട് സംസാരിക്കുകയാണ് എത്രയോ വർഷത്തിന് ശേഷം. അപ്പം നേരത്തെ ഞാനിങ്ങനെ ടെലിവിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഞാൻ പല ആക്ടിവിറ്റികളും ചെയ്തിരുന്നു. ഒന്നും അറിഞ്ഞുകൂടാതിരിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ ആണ് ഞാനത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചുള്ള ഒരു എവിടുന്നോ ഒരുത്തൻ വന്ന് പ്രത്യക്ഷപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയുന്നത്. അത് പക്ഷേ ആളുകൾക്ക് ഞാൻ ആ പറയുന്നത് കേട്ടിട്ടുണ്ടായ ഒരു താല്പര്യം കൊണ്ട് ഒത്തിരി പേര് എന്നെ കണ്ടുപിടിച്ച് എന്നോട് കത്തെഴുതാനും പറയാനും ഒരു പരിചയമില്ലാത്ത മനുഷ്യരുടെ ഒരു ലോകത്ത് ഞാൻ രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയാണ്. ഇത് 1-2 ചെറിയ ഇൻ്റർവ്യൂസും കൂടെ ആ സമയത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ള നിലവാരത്തിൽ സ്റ്റേജുകളിൽ പോകില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്, ഞാൻ സ്റ്റേജിലില്ല, നിങ്ങൾ ഇൻട്രാക്റ്റീവായിട്ട് സംസാരിച്ചാൽ ഞാൻ സംസാരിക്കും. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള പൊസിഷൻ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അത് ഒന്നും തന്നെ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നതായിരുന്നല്ലോ ചെയ്തിരുന്നത്. പുതുതായിട്ട് എടുത്ത സ്റ്റേജിൽ പ്രഭാഷണങ്ങൾ ചെയ്യുന്നില്ല, ഒരു വിഷയം പഠിച്ച് പറയുക എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ചോദ്യം ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് മറുപടി പറയും. ആ പറയുന്ന സമയത്ത് മറുവശത്ത് ഇരിക്കുന്ന ആളുകൾക്ക് പുതിയ ചോദ്യങ്ങളായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്കത് ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന നിലവാരത്തിലുള്ള അതിന് ഇൻട്രാക്റ്റീവ് സെഷൻ നമുക്ക് പറയാവുന്ന നിലവാരത്തിലുള്ള ഒരു പണിയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ കറൻ്റായിട്ട് ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ ഇൻട്രാക്റ്റീവ് സെഷന് ആണ്. അത് അന്ന് ഇനിഷ്യേറ്റ് ചെയ്തതാണ്. ആ ഇനിഷ്യേറ്റ് ചെയ്തതിന് ഈ പറയുന്ന ഇവരെല്ലാം നിമിത്തമായിട്ടെങ്കിലും അത് വളരെ വ്യത്യസ്തമായ ഒരു സംഭവമായിട്ട് മാറുന്നത് ശബരിമല ഇഷ്യൂ വരുന്നതാണ്. ശബരിമല ഇഷ്യൂ വരുന്ന സമയത്ത് ഞാൻ അതുവരെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ ഇനിയും പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്.
അപ്പോൾ പക്ഷേ ഏതോ ഒരു വീട്ടിലിരിക്കുമ്പോഴാണ് ഞാൻ ഈ ടെലിവിഷനകത്ത് ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ അവിടെ എല്ലാ ദിവസവും ന്യൂസ് വയ്ക്കുമ്പോൾ ഞാൻ വിട്ടുപോയ ഒരു കേരളമേ അല്ലാതായി കേരളം മാറുന്നത് ഞാനിങ്ങനെ കാണുകയാണ്. ഭയങ്കര വിഷമം എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി. കാരണം മതം മനുഷ്യർ ജനിച്ചു വളരുന്ന ഒരു സ്ഥലം എന്നുള്ളതല്ലാതെ അതൊരു മനുഷ്യനെ നിർണ്ണയിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കും. പ്രത്യേകിച്ചും കേരളത്തിൽ വിചാരിച്ചിട്ടേ ഇല്ല. അവിടെ മുഴുവൻ സമയത്തും അയ്യപ്പനെ പറ്റി സംസാരിക്കുന്ന ഒരു ന്യൂസ്, ഇതെങ്ങനെ ഉണ്ടായിപ്പോയെന്ന് ഷോക്കിംഗ് ആയിട്ട് അനുഭവിച്ചു പോയ ഒരു സ്ഥലമായിരുന്നു. ഒരാളും ഒന്നും പറയുന്നില്ല. വിശ്വാസം എന്തോ ഭയങ്കര സംഭവം പോലെ. വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കാര്യമാണെന്ന്, എന്തോ പ്രഷ്യസ് ആണെന്നൊക്കെയുള്ള നിലവാരത്തിലാണ് ആൾക്കാർ. തകർച്ച, വിശ്വാസത്തിന് എതിർക്കായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ വീണ്ടും ഈ പ്രാകൃത സംസ്കാരം മുഴുവനും കൂടെ സംസാരിക്കുന്നിടത്തേക്ക് ആൾക്കാർ എത്തുക. മെൻസുറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായ സാധനമാണ്. നമ്മൾ ഈ ശാസ്ത്രീയമായി മനസ്സിലാക്കി ഈ സ്കൂളിൽ പഠിപ്പിച്ച ഒന്നും തന്നെ അർത്ഥമില്ലെന്ന് തോന്നുന്ന നിലവാരത്തിൽ എവിടുന്നോ കുറേ യൂസ്ലെസ് ആയ മനുഷ്യർ വന്ന് ഈ ശബരിമല എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹൃദയമാണെന്നൊക്കെ പറയാനൊക്കെ അത്ഭുതം തോന്നി. ഇപ്പോൾ ഇത് എവിടുന്ന് സംഭവിച്ചെന്ന്. കാരണം ഈ വീട്ടിൽ പറ്റതിരിപ്പാടും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയ വർക്കിൻ്റെ തുമ്പത്താണ് സോദരനയ്യപ്പനെ നാരായണഗുരു ഒക്കെ അത് ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അയ്യങ്കാളി ഇവരെല്ലാവരും ചെയ്ത് മാറ്റിയ ഒരു സ്ഥലത്ത് ഇതെങ്ങനെ തിരിച്ചു വന്നു എന്ന് ഷോക്കടിക്കുന്ന പോലെ വരുന്ന പോലെയാണ് വന്നിരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതിനെ വിശ്വാസം എന്ന് പറയുന്ന സാധനത്തിനെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ എല്ലാവരും ഇരിക്കുന്ന എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഈ മുൻകൈ എടുത്ത് പ്രവർത്തിക്കരുതെന്ന് തീരുമാനിക്കുന്ന ഒരു വശം എനിക്ക് നിൽക്കുന്നു. മറുവശത്ത് ഇത് ആരെങ്കിലും ഇതിനു വേണ്ടി എതിര് പറയേണ്ട ആവശ്യമുണ്ടെന്ന് കാണുന്ന ഒരു സ്ഥലമുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഈ ആധുനികമായ ഇന്ത്യയിലെ നമ്മുടെ യഥാർത്ഥ ഗ്രന്ഥം, നമ്മൾ ഫോളോ ചെയ്യേണ്ട ഗ്രന്ഥം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഇതിന് വിരുദ്ധമായിട്ടാണ് ഈ 2000 വർഷം മുമ്പുള്ള യൂസ്ലെസ് ആയ ഈ ഗ്രന്ഥങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർ ആധുനിക പൗരബോധത്തോടുള്ള മനുഷ്യരുടെ മുന്നിലാണ് വിശ്വാസത്തിനെ പറ്റിയുള്ള ചർച്ചകൾ ചെയ്യുന്നത്. ആളുകൾ വിശ്വാസങ്ങളിൽ ജനിച്ച് ജീവിച്ചു പോയതാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് രാജ്യത്തിനെ നിർണ്ണയിക്കുന്നിടത്തേക്ക് വരിക എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷന് പുറത്ത്. അപ്പം ഇതിന് കൗണ്ടറായിട്ട് ആലോചിച്ച സമയത്ത് ഭരണഘടനയാണ് നമുക്ക് മുൻകൈയിലെടുത്ത് മുമ്പോട്ട് പോകേണ്ടതെന്ന് എനിക്ക് ഉടനെ തന്നെ അത് മനസ്സിലാകുന്നുണ്ട്. അപ്പം ഞാനിത് എൻ്റെ കൂട്ടുകാരായിരുന്ന ഡോക്ടർ സന്തോഷും ഡോക്ടർ അജിത്ത് ഇവർ രണ്ടുപേരുമായിട്ട് ഒന്ന് ആലോചിക്കാമെന്ന് വിചാരിച്ച് അവർ പറഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് നമ്മളൊരു ഹോട്ടലിലിരുന്ന് ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഇതിന് ഒരു മൂവ്മെൻറ്റ് പോലെ ഉണ്ടാക്കിയാലേ കഴിയുള്ളൂ. കാരണം മുഴുവൻ ആളുകളും വിസിബിളായിട്ട് ടെലിവിഷനകത്ത് നിൽക്കുന്നത് മുഴുവൻ വിശ്വാസികളിലാണ്. മറുവശത്ത് ആൾക്കാരുണ്ട് എന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാത്ത നിലവാരത്തിൽ എല്ലാവരും നിശബ്ദരാണ്. ഇത് എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാൻ, കണ്ട് വോട്ട് വേണമെന്ന് ആലോചിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനെ കൺഫ്രണ്ട് ചെയ്യാൻ പാടാണ്, മാറി പറയേണ്ടതുണ്ടല്ലോ. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനായിട്ട് അജിത്തും സന്തോഷം കൂടെ തീരുമാനിച്ചിട്ടാണ് അവിടുത്തെ അറിയപ്പെടുന്ന ചിന്തകന്മാരും ബുദ്ധിജീവികളെന്ന് പറയുന്നവരെല്ലാവരും ആക്ടിവിസ്റ്റുകളൊക്കെ ആയിരിക്കും. അന്ന് എനിക്കറിഞ്ഞുകൂടാത്ത ഒരാളാണ് കൂടുതൽ. പക്ഷേ എൻ്റെ പഴയ കൂട്ടുകാരനായ ജയരഘു ഉണ്ട്. എല്ലാവരെയും കൂടെ വിളിച്ച് അവിടെ YMCA ഹാളിൽ ആണ് അത് വെച്ചത്, മീറ്റിംഗ് വെച്ച്. അപ്പം ഞാൻ ഈ മീറ്റിങ്ങിൻ്റെ പുറയിൽ ഇരിക്കുക എന്ന് തീരുമാനിച്ചാൽ ഞാനവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ സ്റ്റേജിൽ അജിത്ത് ഇരിപ്പുണ്ട്. അജിത്ത് ഇൻവൈറ്റ് ചെയ്തവരുടെ എല്ലാം പേരെഴുതി വെച്ചിട്ട് അധ്യക്ഷനായി മൈത്രേയൻ. ഞാനാകെ ഷോക്കടിച്ച്, കാരണം കുഴഞ്ഞുപോയി. ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നേ ഇല്ല അങ്ങനെ അത്രയും ആൾക്കാരുടെ മുന്നേ വെച്ച് അയാൾ എന്നെ അധ്യക്ഷനാക്കും. അങ്ങനെ റിലക്റ്റൻ്റായ അധ്യക്ഷനായിട്ട് ഞാൻ അവിടെ കയറാൻ ബാധ്യത. എത്രയോ വർഷത്തിന് ശേഷം ഞാൻ പണ്ട് ഈ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ പോലും അപ്പോൾ പോലും സ്റ്റേജിൽ കയറിയിരിക്കുക ഞാൻ തന്നെ ഉണ്ടാക്കി ഒരൊറ്റ സ്റ്റേജിലും നന്ദിക്കോ അല്ലെന്നുണ്ടെങ്കിൽ സ്വാഗതത്തിനോ പോലും കയറിയിട്ടില്ലാതെ ഇരിക്കുന്ന ഒരാളാണ്. അന്ന് ആദ്യമായിട്ട് അധ്യക്ഷനായിട്ടിരിക്കാൻ ബാധ്യത. അന്നാണ് ഞാനിങ്ങനെ ഈ
എങ്ങനെയാണ് നമ്മൾ വയസ്സരാകുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞു പോകുന്നത്. അവിടെ വന്നിരുന്നവരിൽ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമായ ഒരാൾ ഞാനാണ്. അങ്ങനെ ഞാൻ അധ്യക്ഷനായി. ഈ അധ്യക്ഷനാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഈ പേര് വിളിച്ച് ആളുകളെ കയറി അവർ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. എങ്കിലും ആളുകളെ ഇൻസ്പയർ ചെയ്ത് ഒന്നിച്ച് കൊണ്ടുപോകണമെന്നൊക്കെ ആലോചിച്ചാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ വേണ്ടേ. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഗ്യാതറിങ് ഉണ്ടാക്കിയെടുക്കണം. ആ ഗ്യാതറിങ് ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ഡേറ്റൊക്കെ വളരെ സ്പെക്ടാക്കുലറായിട്ട് ആൾക്കാരെല്ലാവരും കൂടെ ഈ വിശ്വാസികളല്ലാത്ത ഇവിടുത്തെ ജനസമൂഹം നിശബ്ദരാക്കപ്പെട്ടു പോയ ജനസമൂഹത്തിനെ ഒന്നിച്ച് നമുക്ക് വിളിച്ചു കൂട്ടി ഒരു നമ്മുടെ അന്നത്തെ സങ്കല്പത്തിനാണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വേണമെന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ അവിടുത്തെ സ്റ്റേഡിയത്തിൻ്റെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ പുറകിലൊരു സ്പോർട്സ് സ്റ്റേഡിയം ഉണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ സ്പെക്ടാക്കുലറായ ഒരു വിഷ്വൽ നമ്മൾ ഉണ്ടാക്കണമെന്നൊക്കെ തീരുമാനിച്ചു. എല്ലാവരും ഒരു ബലൂൺ നിറച്ച് ആകാശത്തേക്ക് വിടാമെങ്കിൽ വളരെ സ്പെഷ്യലായിട്ട് കാണും. അപ്പോഴിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അവിടുത്തെ ഒരു ഗ്രൂപ്പ്, ഹ്യൂമൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, അവരും എല്ലാം ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഇക്കോളജിക്കലായ പ്രശ്നമാണ്, ഈ ബലൂണൊക്കെ എല്ലായിടും പോയി വീണ് ഇക്കോളജിക്കൽ. പക്ഷെ നമുക്കൊരു വിഷ്വൽ വേണം. അപ്പോൾ ബലൂൺ ആകാശത്തേക്ക് വേണ്ട, ഉയർത്തിയാൽ മതി. അപ്പോൾ നമ്മൾ ഒരു വലിയ ബലൂൺ അവിടെ ഉയർത്താനായിട്ട് തീരുമാനിച്ചു. എന്തായാലും ആ മീറ്റിംഗ് അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ പഴയ ഞാൻ കണക്റ്റഡായിട്ട് നിൽക്കുന്ന കേരളത്തിൽ അറിയപ്പെടുന്നവരായ ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ എല്ലായിടവും ഉണ്ട്. അപ്പോൾ ഞാൻ നേരിട്ട് തന്നെ ഫോണിനകത്തൂടെ എല്ലാവർക്കും മെസ്സേജ് അയച്ച് അവരുടെ പങ്കാളിയും മക്കളുമായിട്ട് വരണം. ഇതൊരു ഫാമിലി അഫെയറായിട്ട് നമ്മൾ ഒന്നിച്ചു കൂടണം. ഈ വിശ്വാസികൾക്ക് എല്ലാം കൂടെ വിട്ടുകൊടുത്തിട്ട് എല്ലാവരും കൂടെ വീട്ടിലിരിക്കുന്ന പോലെ സംഭവിക്കാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമുക്കൊരു 10,000 പേര് എങ്കിലും വന്നിട്ടുണ്ട്. ഞങ്ങൾ 50,000 പ്രതീക്ഷിച്ചെങ്കിലും 10,000 പേര് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഊരാളിയുടെ പാട്ട് സംഘത്തിന് അപ്പം വലിയ പ്രസംഗങ്ങൾ വേണ്ടാന്ന് തീരുമാനിച്ചു. പ്രസംഗങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ സെക്യുലർ കൾച്ചർ ചെയ്തതിൻ്റെ ഒരു ഫോം അതിനകത്തുണ്ട്. അപ്പോൾ ആ നിലവാരത്തിൽ ഞാൻ പറഞ്ഞ് എല്ലാവരും പെർഫോം ചെയ്യാൻ കഴിവുള്ളവർ ആരെങ്കിലും ഒരാൾ മാത്രം സംസാരിക്കും. അങ്ങനെ ഹിന്ദുവിൻ്റെ എഡിറ്ററായിട്ടുള്ള എൻ റാമും ആനി രാജ ഇങ്ങനെയൊക്കെ 1-2 പേര് മാത്രം 5 മിനിറ്റ്, അയാൾക്ക് 10 മിനിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ 5 മിനിറ്റൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാവരും സംസാരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ 5-10 മിനിറ്റിന് താഴെ സംസാരിക്കുന്നു. മുഴുവൻ സമയം സെലിബ്രേഷനാണ് നമുക്ക് വേണ്ടത്. ഭരണഘടനയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, സ്വാതന്ത്ര്യത്തിനെ പറ്റിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റിൽ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള സമയത്ത് നമ്മൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു അപ്പം ഈ സെലിബ്രേഷൻ തുടങ്ങുന്നതിന് ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സത്യാഗ്രഹം കിടക്കുകയാണ്. സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ആർക്കും എതിരെയല്ല. ഞാൻ പട്ടിണി കിടക്കുന്നു, 3 ദിവസം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്ന നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് തോന്നാനും മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷനായിട്ടുള്ള നിലവാരത്തിലാണ് ഞാനന്ന് 3 ദിവസം അടുപ്പിച്ച് പട്ടിണി കിടന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ കിടക്കുന്നുണ്ട്. അതെന്തായാലും വലിയ ഈ ക്രൗഡിനെ നമുക്ക് അന്ന് അവിടെ കൊണ്ടുവരാനൊക്കെ കഴിയും. ആ നിലവാരത്തിൽ കേരളത്തിൻ്റെ പൊതുബോധത്തിനകത്തൊരു പെനിട്രേഷൻ, ഈ വിശ്വാസികൾ മാത്രമല്ലാതെ ഒരു ജനത ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാനൊക്കെ നമുക്ക് അന്ന് കഴിയുകയൊക്കെ ചെയ്തിരുന്നു. അതിന് വി ദ പീപ്പിൾ എന്നായിരുന്നു. അത് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് ഇതിനെന്ത് പേരാണ് വേണ്ടതെന്ന് ഇങ്ങനെ തീരുമാനിക്കാനായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പല പേരുകളും വന്നു. പെട്ടെന്ന് തൊട്ടടുത്ത ഒരു കസേരയിൽ ഇരുന്ന ഒരു പയ്യന്, കൂട്ടുകാരനായിരിക്കുന്നവർ ഞങ്ങളുമായിട്ട് അസോഷ്യേറ്റ് ചെയ്തതാണ്. അയാൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എണ്ണിട്ടിട്ട് പറഞ്ഞ് വി ദ പീപ്പിൾ എന്ന് പേരിട്ടാണ്. പെട്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അത് നല്ല ആയിട്ട് അത് അങ്ങ് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ പെട്ടെന്ന് സമ്മതമായി. അത് ബാനറും ശരിക്കും പറഞ്ഞാൽ മറ്റേ വെള്ളപ്പൊക്കം വന്ന ആൾക്കാർ ഒന്നിച്ചു കൂടുന്ന പോലെ ആയിരുന്നു. ഒത്തിരി യുവാക്കളായ ആളുകളെല്ലാം വരികയും നല്ല ഒരു ഉത്സവ പ്രതീതി സെക്രട്ടേറിയറ്റിന് ചുറ്റിനും അതിൻ്റെ പുറകിലെ ഈ സ്റ്റേഡിയത്തിലേത് അറേഞ്ച് ചെയ്യുന്നതിനും ഊരാളിയുടെ ബാൻഡ് വന്ന് പാട്ട് പാടുകയും
പറച്ചിലും പാട്ടും പറച്ചിലും ഒക്കെ എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു സെലിബ്രേറ്റഡ് മൂഡിൽ അതന്ന് ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങൾ ഒറ്റ മന്ത്രിമാരെ ഒന്നിനെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ലായിരുന്നു. എല്ലാവരെയും പബ്ലിക്കായിട്ട് ക്ഷണിച്ചു എന്നുള്ളതല്ലാതെ പേഴ്സണലായിട്ട് ചെയ്തത് മുഴുവൻ വീട്ടുകാരായിരിക്കുന്ന എൻ്റെ കൂട്ടുകാരായിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ മെസ്സേജസ് അയച്ച് വിളിച്ചു എന്നുള്ളതല്ലാതെ മുഴുവൻ പേരെ അറിയിച്ചു എന്നുള്ളതല്ലാതെ ഒരാളെയും വിളിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ടും എനിക്ക് തോന്നുന്നു 10-11 മന്ത്രിമാർ വന്നു. അവർ പറഞ്ഞ കാര്യം ഇതായിരുന്നു. സെക്രട്ടേറിയറ്റിനെ നിന്ന് നേരെ താഴോട്ട് നോക്കിയാൽ കാണുന്നു ഈ നേരെ പുറയിലാണ്. ഞങ്ങളുടെ മുറിയിൽ നോക്കുമ്പോൾ ഇത്രയും മനുഷ്യർ കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ വന്നില്ലെങ്കിൽ നഷ്ടമല്ലേ എന്ന് തോന്നിയിട്ട് വന്നതാണ് എന്ന് പറയുന്ന തരത്തിലായിരുന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ അവരെല്ലാവരും വന്ന് ഈ സ്റ്റേജിൽ കയറി ഇരിക്കുകയല്ല ചെയ്യുന്നത്, എല്ലാവരും മറ്റുള്ളവരുടെ കൂടി ഇരിക്കുക. അപ്പോൾ ഒരു മന്ത്രി വന്നാൽ മന്ത്രിയോട് നമുക്ക് കാണിക്കേണ്ട എറ്റിക്വേറ്റ് എന്നുള്ള നിലവാരത്തിൽ അവർക്ക് സ്റ്റേജിൽ കയറി 1-2 മിനിറ്റ് നേരം സംസാരിക്കാനായിട്ട് അനുവാദം കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അവർ ഇവിടെ ഞങ്ങളുടെ ഈ പാട്ടിനകത്തും ഡാൻസിനിടയ്ക്ക് അവരിങ്ങനെ 1-2 മിനിറ്റ് സംസാരിക്കുന്നവരായിട്ട് അവരും പാർട്ടിസിപ്പേറ്ററെ ആക്കി മാറ്റുന്ന ഒരു പണിയായിരുന്നു ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല ഒരു ആധുനികമായ മോഡലാണ്. ഇങ്ങനെ സ്പെഷ്യലായ ആളുകൾ മാറാതെ എങ്ങനെയാണ് ഈ പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംഘാടനം സാധ്യമാകുന്നതെന്നൊക്കെ ഉള്ളത് അതിനകത്തൊരു മോഡൽ നമുക്കുണ്ടാക്കാവുന്നതാണ്. അങ്ങനെ അതുണ്ടാവുകയൊക്കെ ചെയ്ത് വളരെ നമുക്ക് സാധാരണ വിജയിച്ചു എന്ന് പറയാവുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. പക്ഷേ എൻ്റെ ജീവിതത്തിന് അതുവരെ വന്നിരുന്ന ഞാൻ ഈ ഫോട്ടോഗ്രാഫിയും കാര്യമൊക്കെ പറഞ്ഞ് നടക്കുന്ന പോലെ അല്ലാതാക്കി കളയുന്ന ഒരു പണിയായി മാറി. അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളെപ്പോലുള്ളവർ വീഡിയോ എടുത്ത് ഇൻ്റർനെറ്റിനകത്ത് ഇട്ട് സംസാരിക്കുന്നതിന് ആദ്യത്തെ അങ്ങനെ മാത്രം ചാനലുണ്ടാക്കുന്ന ബിജു മോഹനൻ ഈ ശബരിമല ഇഷ്യൂവിനെ പറ്റി എന്നോട് ചോദിക്കാൻ വന്നതാണ് അതിന് കാരണമായി തീർന്നത്. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ അപ്പോൾ 2016 ഈ ആദ്യത്തെ ഇൻ്റർവ്യൂ ഒക്കെ ആരംഭിച്ചത്. ഒരു 17-18 ആയപ്പോഴത്തേന് ഞാൻ ഇവിടെ വീണ്ടും വിഷയങ്ങൾ പറയുന്ന അപ്പോഴത്തേന് ഞാൻ ഈ ശാസ്ത്രീയമായ ഒരു ഫ്രെയിം വർക്കിൽ ലോകത്തിനെയും ജീവിതത്തിനെയും മനസ്സിലാക്കുന്നിടത്തേക്ക് അപ്പം ഞാൻ ഇവിടെ യുക്തിവാദി മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതുമായിട്ട് ഒരു ബന്ധമില്ലാതെ ജീവിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എനിക്കറിയില്ല അവരെയൊന്നും. അപ്പോൾ അവരുടെയൊക്കെ അവരുണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോം ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ പ്ലാറ്റ്ഫോമിനകത്തേക്കാണ് സത്യത്തിൽ ഞാൻ സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നത്. അവരുണ്ടാക്കിയ ആ ഒരു പ്ലാറ്റ്ഫോമിനകത്തെ ഒരു ഓഫ് ഷൂട്ട് പോലെയാണ്, ഒരു ശാഖ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ അവരുടെ ഒരു ലോകത്തല്ല ഞാൻ ഈ രാഷ്ട്രീയവും സാമൂഹികമായ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളെന്നുള്ളതും അതിൻ്റെ ഒരു പാസ്റ്റിനകത്തും എനിക്ക് രാഷ്ട്രീയമായ നിലപാടുകൾ സാധാരണ യുക്തിവാദികളെന്ന് പറയുന്നവരിൽ നിന്ന് ഭിന്നമായി ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് മാറിയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെയാണ് അവരുടെ ഒരു പൊതുധാരയ്ക്കകത്ത് ഒരു വ്യത്യസ്തമായ ധാരയിലാണ് ഞാനുള്ളത്. അങ്ങനെയാണ് ഇന്ന് ഈ തുടർന്ന് ഇന്ന് ഞാനിങ്ങനെ കേരളത്തിനകത്ത് വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ രാഷ്ട്രീയക്കാരനെ പോലെ ചോദിക്കുന്നിടത്ത് ആളുകൾ എത്തി. അപ്പം ഞാനാകെ ചെയ്യുന്നത് ഞാനൊരു പ്രഭാഷണ പരമ്പര നടത്തുകയോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരാൾ ചോദിച്ചാൽ എനിക്കറിയാവുന്നതാണെങ്കിൽ എനിക്ക് മനസ്സിലായ രീതിയിൽ അത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത്രയാണ് ഞാൻ ചെയ്യുന്നത്. അത് ഈ പറയുന്ന ബിജു മോഹൻ, അത് കഴിഞ്ഞിട്ട് എൽബഗ് മീഡിയ, നിങ്ങൾ അതുപോലെ തന്നെ തൃശ്ശൂർ ഡേ ടു തിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം, ഇവരൊക്കെ നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ എൻ്റെ പുസ്തകങ്ങൾ എഴുതുന്നതിൻ്റെ ആക്ടിവിറ്റികളേക്കാളും കൂടുതൽ ഇന്നിപ്പോൾ ഈ സംസാരിക്കുന്നതിനകത്തേക്ക് എത്തുന്നതാണ് പ്രസൻ്റായ ഞാൻ നിൽക്കുന്ന തലം. ഇനി അങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. ഞാൻ ഈ ജീവിതത്തിനകത്ത് നാളെ എന്ത് എന്ന് സത്യത്തിൽ ആലോചിക്കുന്നില്ല. എല്ലാ ആളുകൾക്കും ഇഷ്ടംപോലെ പ്ലാനുള്ള ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്ലാനുമായ എല്ലാ ആളുകളും എന്നെ സമീപിക്കാറുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്ലാനുമായിട്ട് എന്നെ സമീപിക്കുന്നത് പോലെയാണ് എല്ലാ ആളുകളും പ്ലാനുമായി വരിക, ഞാൻ അതിനകത്ത് ഇടപെടുക, അതിനകത്ത് ഒപ്പം പോവുക എന്ന് പറയുന്നത് ആണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസൻ്റായിട്ടുള്ള എൻ്റെ ജീവിതത്തിനകത്ത് മറ്റൊന്നും
ഞാൻ ഇന്ന് ആലോചിക്കുന്നില്ല. ഈ ആളുകൾ ചോദിക്കുന്നതിന് മറുപടി പറയുക എന്ന് പറയുന്നതിന് നിരന്തരം പുതിയ 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 കാര്യങ്ങളിനകത്ത് വായിക്കുകയും പഠിക്കുക എന്ന് എന്നെ സംബന്ധിച്ചോളം ഇന്നത്തെ എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് രാവിലെ ഉണർന്നാൽ ഞാൻ വായിക്കാനും പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ രാവിലെയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. മറ്റൊരാൾ എനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു രീതിയിലാണ് ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. മനസ്സിലായ കാര്യങ്ങൾ ആളുകളായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചോളം ജീവിതത്തിനകത്ത് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തു കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അതേസമയത്ത് ലോകത്ത് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണെന്ന് അറിയുന്ന ആളാണ് ഞാൻ. ഗുരുകുലത്തിലേക്ക് പോകുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു മേഖല. മറ്റ് ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കുന്നതിനും ജീവിതം എന്ത് എന്ന് ഇന്നെനിക്ക് മറ്റാരോടെങ്കിലും ഇനി ചോദിക്കേണ്ടാത്ത നിലവാരത്തിൽ ഒരു വ്യക്തതയുണ്ട്. എങ്ങനെയാണ് ഈ ലോകത്തിനെയും ജീവിതത്തിനെയും മനസ്സിലാക്കാൻ. പക്ഷെ മനുഷ്യർ തമ്മിലടിച്ച് ചത്തുപോവോ ഇല്ലാതായി പോവോ എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം ജീവി എന്നുള്ള നിലവാരത്തിൽ നമ്മളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ അതിരുബോധം അത് രാജ്യത്തിൻ്റെ അതിരുബോധമായി മാറി അതിപ്പോഴും ബലപ്പെട്ട് നിൽക്കുന്ന ഒരു ലോകത്താണ്. അതിന് അയവ് വരുത്തുന്ന നിലവാരത്തിൽ ഇനിയുള്ള ജീവിതത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് മാത്രമായിരിക്കും ആ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലവാരത്തിൽ എനിക്കുള്ളത്. ബാക്കി എൻ്റെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു പോവുകയാണ്. 2 ബാഗാണ് ഇന്ന് ഭൗതിക സ്വത്തെന്ന് പറയുന്ന തരത്തിലുള്ളത്, അല്ലാതില്ല. അപ്പോൾ ആ 2 ബാഗിനകത്ത് കൊള്ളുന്ന സാധനങ്ങളുമായി മറ്റ് ആളുകൾ അന്യമായി കാണാതെ അവരോടൊത്ത് ജീവിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്.